അച്ഛനെന്താ കിടക്കുന്നേ? ഓടിയോ? ഓടാൻ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് വള്ളി ഇരിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? തന്റെ സ്നേഹിതന്റെ മോന്റെ സ്വഭാവം കൊണ്ട്. സ്നേഹിതന്റെ മോനോ? കുന്നംകുളം ചേറു തന്റെ സ്നേഹിതനല്ലേ? അന്നേ ആന്ന്. ആ പിശാചിന്റെ സന്തതി ഇവിടെ വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു വിട്, ഇത് വലിയ കോടാലിയാവുമെന്ന്. താൻ കേട്ടോ? അത് ശരി. ഇപ്പൊ ഞാൻ മാത്രമായ കുറ്റക്കാരൻ? അച്ഛനും കൂടി സമ്മതിച്ചിട്ടില്ലേ? അച്ഛന്റെ താല്പര്യപ്രകാരമല്ലേ ഞാൻ കത്തെഴുതിയത്? അതുകൊണ്ട് തനിക്കൊരു കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ എനിക്കാ. എന്തെല്ലാം കംപ്ലൈന്റുകളാ കേൾക്കുന്നത്. നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അച്ഛൻ എന്തെങ്കിലും സമാധാനം പറഞ്ഞു നിൽക്കാം. കാശ് പോണം എന്റെയാ. അച്ഛന് കണ്ടോ, അത്യാവശ്യമുള്ള പറ്റിക്കുളം ഞാനൊന്ന് പറഞ്ഞു പോയി. ഒരു മാസത്തെ പറ്റ കണക്ക് ഞാൻ വായിക്കാൻ കേട്ടോ. കള്ള് ഷാപ്പിൽ 924 രൂപ 70 പൈസ, ഗോവിന്ദന്റെ ഹോട്ടലിൽ 812 രൂപ, മുറുക്കാൻ ബീഡി സിഗരറ്റ് 230 രൂപ, പലചരക്ക് കട 480 രൂപ, ആകെ 2446 രൂപ 70 പൈസ. ഇത് കൂടാതെ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി റൊക്കം പറ്റു രൂപ 600. ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കണം. ഒരു ഗസറ്റർ ഓഫീസർ കിട്ടുന്നില്ല ഇത്രയും കാശ്. അവസാനം വാശി നിങ്ങൾ തമ്മിലായി. അന്നേ ഞാൻ പറഞ്ഞതാ അപ്പനെ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. അപ്പൊ പറഞ്ഞു എനിക്ക് അസൂയാണ്. റൈഫിൾ ഷൂട്ടിങ്ങിൽ വാറുണ്ണി ആന്റിയുടെ മുന്നിൽ ഒന്നുമല്ല. ഇനി അവസാനം അവൻ നമ്മുടെയൊക്കെ തലയിൽ കയറിയിരുന്ന് മൂക്ക് കടിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്താലും വേണ്ടില്ല, ആ പട്ടിയുടെ പണി നാട് നിർത്തണം. സമ്മതിച്ചോ? ഞാൻ ഇടപെട്ടോട്ടെ? ആരിടപെട്ടാലും വേണ്ടില്ല, ഈ നാട് രക്ഷപ്പെടണം. മുതലാളി, എന്താ? ഒരു 200 രൂപ വേണം. ഇവിടെ വന്ന് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു. ആര്? വാറുണ്ണിയേട്ടൻ ഈ മാസത്തിൽ 10 തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പട്ടിയുടെ മോൻ, എവിടെയൊക്കെ അവന് പറ്റ് മാറി കടന്നു പോടി എന്നെ ഒപ്പിന്ന്. അപ്പൊ കാശ് അവന്റെ അപ്പം തരും, ചേറും. എന്താ ഇവളുടെ അടുത്ത് അവന് പറ്റുപിടിയാ, കണക്കേർക്കാൻ വന്നേക്ക.